ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചൂസർ. സോ നമ്മളെ സീരീസിൻ്റെ 22ാമത്തെ വീഡിയോയിലോട്ടാണ് പോകുന്നത്. സോ നമ്മൾ ഇതോടെ നിങ്ങളുടെ ബേസിക് ക്ലിയർ ആവും. ബേസിക് ടു അഡ്വാൻസ് ലെവലുള്ള എല്ലാ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നതാണ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂളിനെ പറ്റി തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. സോ നമുക്കൊരു 126 എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കാം. ആ നമ്പർ 4 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എത്ര കിട്ടും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തോന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ. എന്നാൽ വലിയ വാല്യൂസ് ഇതേപോലത്തെ വലിയ വാല്യൂസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ്, ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 അല്ല. അപ്പോൾ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 6 24. സോ 2 റിമൈൻഡർ. സോ നമുക്ക് റിമൈൻഡർ എത്രയെന്ന് എഴുതാം? 2 എന്ന് പറഞ്ഞ് എഴുതാം. എഴുതിക്കൂടെ? റിമൈൻഡർ 2 എന്ന് എഴുതിക്കൂടെ? അതേപോലെ നമുക്ക് ഇത് എഴുതാം. 1 2 3 4 5 6 7 8 10 പിന്നെ പോയി 72. അപ്പോൾ 72ന് മുമ്പ് എന്തോന്നൊക്കെ ആയിരിക്കും? 71ഉം 70ഉം ആയിരിക്കും അല്ലേ? അല്ലേ? ഇതെന്ന് പറയുന്നത് എന്തോന്നാണ്? റൈറ്റിംഗ് ദി ഫസ്റ്റ് 72 നാച്ചുറൽ നമ്പറാണ്. 72 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എഴുതണം. അപ്പം ലാസ്റ്റ് നമ്മൾ 70 71 72 ആവും. അപ്പോൾ നമ്മളെ ലാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടോ, ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്തോന്നാണ്? 8 വരുമ്പോൾ 3 അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി റൂള്? 3 ലാസ്റ്റത്തെ 3 ഡിജിറ്റ് എടുത്തിട്ട് അത് ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നോക്കും. ലാസ്റ്റ് 3 ഡിജിറ്റ് 172 ഡിവൈഡഡ് ബൈ 8 അങ്ങനെ വരുമ്പോൾ 2 16 1 8 1 8 4. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടിയടാ? റിമൈൻഡർ നമുക്ക് കിട്ടിയതാണ് 4 എന്നാണ് നമ്മളെ റിമൈൻഡർ കിട്ടിയത്. എന്തെളുപ്പമെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തത്? 8ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് ഡിവൈഡഡ് ബൈ 8 ആണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ലാസ്റ്റ് 3 ഡിജിറ്റ് എഴുതി ഡിവൈഡഡ് ബൈ 8 ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടി. ഇത്രയും വലിയ വാല്യൂ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റേയില്ല. ഇന്നല്ല നാളെ ആയാലും അത് ചെയ്ത് തീരെയില്ല. മനസ്സിലായ? എന്തെളുപ്പമെന്ന് നോക്കിയേ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇഫ് ദി 6 ഡിജിറ്റ് നമ്പർ 4x 4y 96 ഇതൊരു നമ്പറാണ്, ഈസ് ഡിവിസിബിൾ ബൈ 88, ദെൻ വാട്ട് വിൽ ബി ദി മിനിമം വാല്യൂ ഓഫ് x + 2y എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 88ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തോന്നാണ് പഠിച്ചിട്ടുള്ളത്? 88നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ? 8 × 11 എന്ന് എടുക്കും. കാരണം എന്താണ്? ഇതൊരു കോപ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ നമ്പേഴ്സ് 2 എണ്ണം എടുത്തത്. കോപ്രൈം നമ്പേഴ്സ് ആയി. അപ്പോൾ കോപ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ എന്തോന്ന് HCF 1 ആയിരിക്കണം. ഇത് HCF 1 അല്ലേ? അപ്പം നമ്മൾ നോക്കണം, നമ്മളെ ഡിവിസിബിലിറ്റി റൂള് ഓഫ് 8ഉം 11ഉം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 88ൻ്റെ ഡിവിസിബിലിറ്റി റൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇത് എഴുതി വെക്കാം. 4x 4y 96 അല്ലേ? സോ നമുക്ക് ഈ ഒയ്യിനെ നമുക്ക് എന്തൊക്കെ എഴുതാം? എന്തൊക്കെ നമ്പേഴ്സ് ആയിരിക്കും എഴുതാൻ പറ്റുന്നത്? 0 തൊട്ട് 1 2 3 4 5 6 7 8 9 9 വരെ എഴുതിക്കൂടെ? എഴുതാമോ? അപ്പോൾ നമുക്ക് 9 വരെ എഴുതാൻ പറ്റും. എന്നാൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്തോന്നാണ്? മിനിമം വാല്യൂ ആണ്. അപ്പം നമുക്ക് ആദ്യം ഒയ്ക്ക് 0 ഇട്ട് കൊടുക്കാം. അപ്പം 096 എന്ന് പറയാം. 096 ഡിവൈഡഡ് ബൈ 8 ആണോ? ആണ്. 12 എന്ന് കിട്ടൂലേ? അപ്പം എന്താണ്? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഒയ് 0 ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഇനി അടുത്ത എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം. ഇവിടെ ഞാൻ എഴുതാണ് 4x 4y 4yക്ക് വരെ ഞാൻ 0 എഴുതി 96. അപ്പം ഞാൻ എക്സിന് നമുക്ക് ഏതൊക്കെ വാല്യൂ എടുക്കാം? 0 1 2 3 അപ് ടു 9 കൊടുക്കാം. എന്നാൽ ഇത് x4 എന്നായിരുന്നു. നമ്മൾ ഇവിടെയാണ് x വന്നതെങ്കിൽ നമ്മൾ എന്തോ ചെയ്യാൻ പാടില്ല, നമ്മളിവിടെ 0 കൊടുക്കാൻ പാടില്ല. കാരണം അത് 0 കൊടുത്താലും അത് 6 ഡിജിറ്റ് നമ്പർ എന്നാണ് തന്നിട്ടുള്ളത്. അതല്ലാതെ 5 ഡിജിറ്റ് 7 ഡിജിറ്റ് നമ്പർ എന്നല്ല തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും ഇവിടെ x എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ 0 ആയിട്ട് എടുക്കൽ, ബാക്കിയുള്ള നമ്പേഴ്സേ എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ല? അപ്പം 1 to 9 വരെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേക്കും, നമ്മൾ 8ൻ്റെ റൂള് ഓക്കെയാണ്. ഇനി അടുത്ത് 11ൻ്റെ റൂളാണ്. അപ്പോൾ 11 ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? 8 + 9 എത്ര? 17. അടുത്ത് x + 0 + 6 x + 0 + 6 x + 6. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത് 0 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ എക്സിന് 11 എന്ന് ഇട്ട് കൊടുത്താൽ പോരെ? അങ്ങനെ ഇട്ട് കൊടുത്താലേ എന്തോന്നാവും? എന്താവും? അങ്ങനെ ഇട്ട് കൊടുത്താൽ അത് 6 ഡിജിറ്റ് ആവൂല, 7 ഡിജിറ്റ് ആവും. മനസ്സിലായ?
അപ്പൊ നമ്മളിവിടെ എക്സിന്റെ വാല്യൂ എത്രയെന്ന് ഇട്ട് കൊടുക്കും? 0 എന്ന് ഇട്ട് കൊടുക്കും അല്ലെ. 0 ഇട്ടാ ഇവിടെ 0 ഇട്ട് കൊടുത്താൽ നമ്മളെ ഈ 17 - 6 എത്ര? 11 എന്ന് പറയും. അപ്പൊ നമുക്ക് എക്സിന് 0 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മളെ എക്സിന്റെ വാല്യൂ 0യും ഒയുടെ വാല്യൂ 0 എന്ന് നമുക്ക് കിട്ടും. കാരണം ഇത് എന്തോന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 2 0 എടുത്തത്. മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ. എന്നാൽ മാക്സിമം ആണെങ്കിൽ നമ്മൾ പിന്നെയും ചെയ്തു നോക്കും. അങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻസ് ചില ക്വസ്റ്റ്യൻസിൽ വരും, ചിലപ്പോൾ വരാറില്ല പൊതുവെ. ഇപ്പൊ x = 0, y = 0. ഇപ്പൊ നമ്മളെ നമ്പർ എന്തായിരിക്കും? x04096. അപ്പൊ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? മിനിമം വാല്യൂ ഓഫ് x + 2y ആണ് അല്ലെ. അപ്പൊ എക്സിന് 0, ഒയ്ക്ക് 0. അപ്പൊ മിനിമം വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സെയിം മെത്തേഡിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇഫ് ദി 8 ഡിജിറ്റ് നമ്പർ x456 y72z is divisible by 72, then what is the least value of x, y, z? അപ്പോൾ 7ന്റെ ലീസ്റ്റ് വാല്യൂ എത്രയായിരിക്കും? 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെ നമ്മൾ ചെയ്യും? 8 × 9. കോപ്രൈം നമ്പേഴ്സ് അല്ലേ ഇത്? അപ്പോൾ നമുക്ക് 8 × 9 ചെയ്യണ്ടേ? അപ്പം 9ന്റെയും 8ന്റെയും ഡിവിസിബിലിറ്റി റൂള് ഫോളോ ചെയ്താലേ 72 ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാം. എത്ര? x456 y72z. അപ്പോൾ ഇസഡിന് നമുക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? ഇസഡിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുമ്പം 0, 1, 2, 3, 4 up to 9 അല്ലേ? 9 വരെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇസഡിന് ഞാൻ 0 എന്ന് കൊടുക്കുകയാണ്. അപ്പം 720 ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഞാൻ എടുക്കുകയാണ്. ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എടുത്ത് വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ 8 ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പം ഇതെന്താണ്? ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ ഇസഡിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ അടുത്ത് ഒയിലാണ്. ഒയിലെ നമ്മൾ എങ്ങനെയാണ് നയൻടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എല്ലാ ഡിജിറ്റിന്റെ സം ഓഫ് ഡിജിറ്റ് ഈക്വൽ ടു 9 അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലേ? അല്ലെങ്കിൽ 0 ആയിരിക്കും അല്ലേ? 0 ആവൂല, മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം x + 4 + 5 + 6 + y + z 7 + 2 + 0 എന്ന് എഴുതാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടാണ് 9, 15, 17, 24. അപ്പം x + y + 24 എന്ന് കിട്ടി. അപ്പോൾ ഇത് 9 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ x + y എത്രയായിരിക്കണം? 3 ആയിരിക്കണം അല്ലേ? 3 + 24 അല്ലേ ഇനി അടുത്ത ടൈം ഉള്ളൂ 27 എന്ന് പറഞ്ഞ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്തോന്നാണ്? ലീസ്റ്റ് നമ്പർ എന്ന് പറയുമ്പം മിനിമം വാല്യൂ ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായ? അപ്പോൾ നമ്മൾ 3 + 24 27 എന്ന് കിട്ടിയ. അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം? x + y + z എന്ന് പറയുന്നത് 27 + 0 എന്ന് പറയുന്നത് 27 എന്ന് നമുക്ക് കിട്ടും. എന്ത് എളുപ്പം നോക്കിയേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്ത്? ഇസഡിന് കുറേ വാല്യൂസ് ഉണ്ട്. അപ്പം നമ്മുടെ 72ന് ഡിവിസിബിലിറ്റി റൂൾ 8 × 9 ആണ്. അപ്പോൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുക്കും. ആ ഡിവിസിബിൾ ബൈ 8 എന്ന് നമുക്ക് പറയാം. അടുത്ത സം ഓഫ് ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കത് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി കൂട്ടിയിട്ട് അപ്പോൾ നമുക്ക് x + y + 24 കിട്ടി. അടുത്ത് ഏതാണ് അടുത്ത് കിടക്കുന്ന വാല്യൂ? 3 ഉള്ളൂ. അല്ല നമുക്ക് മൈനസ് ഇട്ട് കൊടുക്കാൻ പറ്റൂല, 9 ആക്കാൻ വേണ്ടി. സോ നമ്മളെ ലീസ്റ്റ് വാല്യൂ എത്രയാണ്? നമ്മളെ ലീസ്റ്റ് വാല്യൂ എത്ര കിട്ടി? 27 എന്ന് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ്.